ഇന്നത്തെ റെസിപ്പി വെറും 3 ചേരുവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി മൈദയും പകുതി ഗോതമ്പൊടി വെച്ചിട്ട് അങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് പാകത്തിനൊരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മൊരിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കറിയൊക്കെ കൂട്ടി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല, ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി പെട്ടെന്ന് മിക്സായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിപ്പോൾ 2 കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നായാലും കുഴപ്പമില്ല, 2 ആകുമ്പോൾ ഒന്നും കൂടെ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മുട്ടയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതിയാവും. അപ്പോൾ മുട്ട കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ മുട്ട ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ, അങ്ങനെയാകുമ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ടാവില്ല. ആ ഒരു ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. ഇനി ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് 2 ഭാഗവും ചെറുതായിട്ട് ബ്രൗൺ ഡോട്ട് വരുന്ന രീതിയിൽ ഒന്ന് പൊള്ളിച്ചിട്ടെടുക്കണം. ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ട് വരും, ഒരുപാട് പൊള്ളിച്ചിട്ട് വരില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് പൊള്ളായിട്ട് വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തത് കാരണം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ടോ അല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയൊക്കെ ആ ഒരു മിക്സ് ചേർത്തിട്ടോ കഴിക്കാം. അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാതെ കറിയൊക്കെ കൂട്ടി കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. ആ ഒരു മുട്ടയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.